നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലരോടും പലതിനോടും സ്വാർത്ഥത കാണിക്കാറുണ്ട്. അതൊരു പക്ഷെ നമ്മുടെ കസിൻസിനോടാവാം, നമ്മുടെ ഫ്രണ്ട്സിനോടാവാം, നമ്മുടെ റിലേറ്റീവ്സിനോടാവാം, നമ്മുടെ സിബ്ലിങ്സിനോടാവാം, നമ്മുടെ പാർട്ട്നേഴ്സിനോടാവാം. ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിച്ച് തീർത്ത് നമ്മുടെ പേരൻസിനോട് പോലും ഒരു പക്ഷെ നമ്മൾ സ്വാർത്ഥത കാണിക്കാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടാൽ പോലും നമ്മൾ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കാറുണ്ടല്ലേ. എൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു പേരൻസിനെങ്കിലും ഈ ഒരു വീഡിയോയുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാം പേരൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവിതം ജീവിച്ച് തീർത്തവരാണല്ലേ. അവരൊരു നല്ല കാലം മുഴുവൻ നമുക്ക് വേണ്ടി മാറ്റി വെച്ചവരാണ്. മാരേജ് കഴിഞ്ഞ് അവരുടെ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളിതാ വീണ്ടും നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുന്നതല്ലേ. നമുക്ക് മക്കളായി, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക് ആരുമില്ല. നമ്മുടെ പേരൻസ് നമ്മൾ വീണ്ടും നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നവരാണ് എല്ലാ മക്കളും. ഞാനടങ്ങുന്ന എല്ലാ മക്കളുടെയും കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു പക്ഷേ സ്വാർത്ഥരാകുകയാണല്ലേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെ നമുക്ക് വേണ്ടി നമ്മൾ അവരുടെ ആ ഒരു ജീവിതം, അവരുടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ജീവിതത്തെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പേരൻസിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടു നിർത്തും. ദിവസങ്ങളും വളരെ ബിസി ആയിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്ന് ഒരു സാറ്റർഡേയോ സൺഡേയോ കിട്ടുമ്പോൾ അവരെയും കൊണ്ടൊന്ന് പുറത്തു പോയി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് വന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ പേരൻസ് വളരെ ഹാപ്പിയാണെന്ന്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നാട്ടിൽ ജനിച്ചു വളർന്ന ഓരോ പേരൻസിനും ഒരിക്കലും ഒരു പക്ഷേ ഈ ഒരു ബിസി ലൈഫ് അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫ് ഒരിക്കലും അവർക്ക് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു പക്ഷേ മാളിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയോ ഒന്നും കാണില്ല, പക്ഷെ നാട്ടിൽ അവർ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവർക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ചുറ്റും സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. അവിടെ ഭാഷ ഒരു പ്രശ്നമല്ല, യാത്രകൾ ഒരു പ്രശ്നമല്ല. അവർ ഒരിക്കലും അവിടെ ഒറ്റപ്പെടുന്നില്ല. ശരിക്കും അവരെ ആ ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു സിറ്റി ലൈഫിലേക്കുള്ള ആ ഒരു പറശ്ശിനുണ്ട്, ശരിക്കും നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ മക്കളെയും പോലെ തന്നെ ഞാനും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. നമ്മുടെ ലൈഫിലും നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു വാക്ക് മതി ഒരു പക്ഷെ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല ഡിസിഷന് ഭാവിയിൽ ഒരിക്കലും റിഗ്രറ്റ് തോന്നില്ല എന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ഡിസിഷന്. എൻ്റെ ഈ ഒരു വാക്കുകൾ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതായിരിക്കും എൻ്റെ ഒരു സക്സസ് അല്ലേ. ഞാനൊരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. എല്ലാ മക്കളെയും പോലെ തന്നെ എൻ്റെ ഡെലിവറിക്കൊക്കെ ശേഷം ഒരു 3 വർഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മകന് വേണ്ടി മാറ്റി വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഡിസിഷൻ തന്നെ ആയിരുന്നു. ഒരു 3 ഇയേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അമ്മയെ ആവശ്യമുള്ള ടൈമാണല്ലേ. നമ്മുടെ കരിയർ ഒരു പക്ഷേ നമുക്ക് പിന്നീട് നോക്കാൻ സാധിക്കും, പക്ഷേ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു 3 ഇയേഴ്സ് അവന് വേണ്ടി തന്നെ ഞാൻ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഒരു 3 ഇയേഴ്സിനൊക്കെ ശേഷം ഞാനും പതുക്കെ എൻ്റെ കരിയറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി. ആ ഒരു ടൈമിലാണ് എനിക്കൊരു ജോലി കിട്ടുന്നതും അങ്ങനെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. എല്ലാ മക്കളെയും പോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയും നാട്ടിൽ നിന്ന് ഇവിടെ ബാംഗ്ലൂരേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ പോകുന്നൊരു ടൈമിലാണ് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ സ്ഥിരം എന്നെ വിളിക്കാറുള്ളതാണ്, അവളുടെ പേരൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അവളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് അവൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ പേര് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അപ്പം അവിടെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ബിസിയൊക്കെയാണ്, ജോലിക്കൊക്കെ കയറിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ നോർമലി സംസാരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ പറഞ്ഞൊരു കാര്യം, ആരാണ് കുഞ്ഞിനെ നോക്കുന്നത്, ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്, ഇല്ല അമ്മയാണ് വന്നിരിക്കുന്നത്, കാരണം വേറെ ആരെയും എനിക്ക് വേറെ ആരെയും കുഞ്ഞിനെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ പറഞ്ഞൊരു വാക്കാണ്, ശരിക്കും അവൾ പറഞ്ഞൊരു സ്റ്റോറിയാണ് എന്നെ ശരിക്കും ഇരുത്തി ചിന്തിച്ചതും ഒരു നല്ല ഡിസിഷനിലേക്ക് എന്നെ എത്തിച്ചതും. അവൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവളുടെ ഒരു കസിൻ അല്ലെങ്കിൽ അവളുടെ ഒരു റിലേറ്റീവ്, ഒരു ആൻറ്റിയും ഒരു അങ്കിളും ഒരു മോളും ഉണ്ട്, ഒറ്റ മോളെയുള്ള ആൻറ്റിക്കും അങ്കിളിനും അവരൊരു സർവീസ് ടൈം എന്ന് പറയുന്നത്, അവരും ഇതുപോലെ തന്നെ കേരളത്തിലല്ലായിരുന്നു, പുറത്ത് തന്നെ ആയിരുന്നു. നല്ല ബിസി ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫ് തന്നെ അവരുടെ ആ ഒരു സർവീസ് ടൈം മുഴുവൻ അവർ ജീവിച്ച് തീർത്തവരാണ്. അപ്പോൾ ഒരുപക്ഷെ നാട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും മാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാറില്ല. മോളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ആൻറ്റിയും അങ്കിളും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ആ ഒരു ജോലിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവരൊരിക്കലും നാട്ടിലേക്ക് അങ്ങനെ വരാറില്ലായിരുന്നു. അപ്പം അവരുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, മോളുടെ മാരേജിനൊക്കെ ശേഷം മോള് സെറ്റിൽഡായി. അപ്പം ഇനിയുള്ള അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നാട്ടിൽ റിലേറ്റീവ്സിൻ്റെ കൂടെ
അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ എല്ലാ ബന്ധുക്കാരുടെ കൂടെയും കസിൻസിൻ്റെ കൂടെയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ളൊരു രീതിയിലാണ് അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ നാട്ടിലേക്ക് എത്തുന്നത്. ആ ഒരു ടൈമിലെന്ന് പറയുന്നത് കൃഷിയൊക്കെ ചെയ്യാം, അമ്പലങ്ങളിലൊക്കെ പോവാം, കസിൻസും ഒക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യാം എന്നൊക്കെ സന്തോഷത്തോടെ അവർ നാട്ടിലേക്ക് വന്നതാണ്. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ തന്നെ മോളുടെ മാരേജ് കഴിഞ്ഞ് മോൾക്ക് കുഞ്ഞുങ്ങളായി, അപ്പം മോൾക്കും ജോലിയൊക്കെ ആയി. അപ്പം ആ അമ്മയും അച്ഛനും എന്താണെങ്കിലും മോളുടെ കൂടെ ചെന്ന് നിൽക്കണം എന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പം ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്മ തനിക്ക് വരാൻ താല്പര്യമില്ല എന്നൊരു ഡിസിഷൻ എടുത്തുവെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ കടമകൾ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയുള്ള പേരിൽ ഒരു പക്ഷേ ആ ഒരു അമ്മയ്ക്ക് ഒരു 6 മാസത്തേക്ക് മകളുടെ കൂടെ പോയി നിൽക്കേണ്ടി വന്നു. ഒരു 6 മാസത്തേക്ക് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയത്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള സമയം മുഴുവൻ ആ ഒരു അമ്മയ്ക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 1 ഇയറിന് ശേഷം ആ ഒരു അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അമ്മ മരിക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് സങ്കടം തോന്നുന്ന ഒരു സ്റ്റോറിയാണ്. ശരിക്കും ഞാനതൊരു സ്റ്റോറി ആണെങ്കിൽ പോലും അവരൊക്കെ ശരിക്കും നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ്. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു അമ്മയുടെ മരണത്തിന് ശേഷം ആ ഒരു മോൾ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം ആ ഒരു മോള് ചെയ്തൊരു തെറ്റാണ് എന്നുള്ളൊരു രീതിയിലേക്ക് വരെ ആ ഒരു മോള് ചിന്തിച്ചതെന്നാണ് എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നത്. അവളുടെ ആ ഒരു വാക്കുകൾ ശരിക്കൊന്ന് എന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു. പിന്നീട് എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ തിരിച്ച് നാട്ടിലേക്ക് വിടാം എന്നുള്ളൊരു ഡിസിഷൻ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറുന്നത്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ശരിക്കും ഹെൽത്തിനൊക്കെ പ്രോബ്ലം ഉണ്ടാക്കില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അതിനൊക്കെയുള്ള ഒരു ആൻസറാണിത്. ശരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്രൈറ്റ് ഡിസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓരോ മക്കളുടെയും അല്ലെങ്കിൽ ഓരോ അമ്മമാരുടെയും സിറ്റുവേഷൻസ് ഇത് തന്നെയാണല്ലേ. അവരുടെ മക്കളെ നോക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളെ നോക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന ഒരു ചിന്തയിൽ ഒരു പക്ഷെ അവർ എഗ്രി ചെയ്തേക്കാം. എന്നാലും അവർ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ശരിക്കും മടുത്തു ഈ ഒരു സിറ്റി ലൈഫ് എന്ന്. അതൊരു പക്ഷെ നമ്മൾ പലപ്പോഴും കാണാറില്ലല്ലേ. എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒരുപക്ഷെ ഒരുപോലെ ആകണമെന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ ഞാനും കേതിനും കൂടെ നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ ട്രെയിനിൽ വെച്ചൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്ന ഒരു ഡോക്ടേഴ്സാണ്. അവരിതുപോലെ തന്നെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് നാട്ടിലെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ അന്ന് കിടന്നുറങ്ങിയത്. അപ്പം അതുപോലെ തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു അമ്മയും ഒരു മോളും മോളുടെ ഹസ്ബൻഡും. ആ ഒരു ദിവസം ഞാൻ ആ ഒരു അമ്മയോട് സംസാരിച്ചപ്പോൾ ആ ഒരു അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അങ്കിള് മരിച്ചുപോയി, അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിപ്പോൾ ആരുമില്ല. മോളുടെ കൂടെ അമ്മ ഇപ്പം ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഇപ്പം അവർ നാട്ടിലേക്ക് ഉത്സവം കൂടാൻ പോവാണ്. ചേർത്തലയിലാണ് അവരുടെ വീട്. അപ്പം നാട്ടിലേക്ക് ഉത്സവം കൂടാൻ പോകാമെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള മക്കളും ഉണ്ടല്ലേ. അമ്മമാരെ മനസ്സിലാക്കി അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു അമ്മയെ ഒരിക്കലും അവർക്ക് നാട്ടിൽ നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ അമ്മയെ കൂടെ നിർത്തുകയാണ്. അതുപോലുള്ള സ്വാർത്ഥത ഇല്ലാത്ത ഒരുപാട് മക്കളുടെ കാര്യം ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കുക. നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരിക്കലും അവരുടെ സന്തോഷത്തെ അല്ലെങ്കിൽ അവരുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു ലൈഫിനെ നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുത്.